എടി മരുമോളെ, ഒന്ന് ദേഹം അനങ്ങി പണി ചെയ്. മൂക്ക് മുട്ടേ തിന്നുന്നുണ്ടല്ലോ, പിന്നെന്താ, തിന്നതൊക്കെ ഒന്ന് ദഹിക്കട്ടെ. ഞാൻ നല്ലപോലെ തന്നെയല്ലേ അമ്മേ പണി ചെയ്യുന്നേ. പണി ചെയ്യുമ്പോൾ ഒരു ഉത്സാഹം വേണ്ടേ? വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് ചെയ്താൽ എങ്ങനെയാ? ഞാനൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിയമ്മ പറയുന്ന ഓരോ ജോലികൾ ചേട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാ ചെയ്യുക. അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ തന്നെ വാ തുറന്ന് നിൽക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്താ പണി ചെയ്യാനൊരു മടി? അതുകൊണ്ടെന്താ, അവർക്ക് അവിടെ വേദന ഇവിടെ വേദന, അവിടെ ഉളുക്ക് ഇവിടെ ഉളുക്ക്. ഹോ, രോഗം തന്നെ രോഗം, വെയ്യായി തന്നെ വെയ്യായി. തൊട്ടേനും പിടിച്ചതിനും ആശുപത്രിക്ക് ഓടാനേ നേരമുള്ളൂ. അതിനമ്മ എനിക്ക് എന്തെങ്കിലും വെയ്യായി ഉണ്ട്, നടുവേദന ഇടുപ്പ് വേദന എന്ന് പറഞ്ഞാൽ ആശുപത്രി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മേനോട് ചോദിച്ചാൽ അമ്മ എന്നെ ആശുപത്രിക്ക് വിടാറില്ലല്ലോ. കുറച്ച് പണി ചെയ്യാം, അപ്പം ആ നടുവേദന തന്നെ ശരിയായിക്കോളും എന്നല്ലേ പറയാറ്. അത് പിന്നെ നിന്നോടൊക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ര തന്നെ. പിന്നെ നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മൾ ആശുപത്രിക്ക് പോകാൻ നേരം ഉണ്ടാവുള്ളൂ. രാവിലെ ആശുപത്രി, ഉച്ചയ്ക്ക് ആശുപത്രി, വൈകുന്നേരം ആശുപത്രി. അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രിക്ക് ആശുപത്രിക്ക് ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് എത്രമാത്രം പണി ചെയ്യിപ്പിക്കുന്നുണ്ടോ അവിടെ? അമ്മ അത് ആലോചിച്ചിട്ടുണ്ടോ? അമ്പടി, നീ ആള് കൊള്ളാലോ. നീ പെടാന്നാ പാത്രങ്ങൾ കഴുകി വെക്കി. അവളോട് ചിരിച്ചു കുറച്ച് വർത്താനം പറഞ്ഞപ്പോ അവൾ എന്റെ തലയിൽ കയറുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ. പറഞ്ഞില്ല. പണി ചെയ്, വേഗം പണി ചെയ്, എന്നിട്ട് അടുത്ത പണി തരാം. പെണ്ണുങ്ങളായ ടപ്പ് 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 എന്ന് പണി ചെയ്യണം. മടി പിടിച്ച് നിൽക്കാനേ പാടില്ല പണി ചെയ്യുമ്പോൾ. ചെയ് വേഗം. ശരി അമ്മ.